ഈ ഒരു പ്രായത്തിലും ചെറുപ്പകാലത്തുണ്ടായിരുന്ന അതേ അപകർഷതാബോധം കൊണ്ട് നടക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ഒരു കോംപ്ലക്സ് എല്ലാവരിലും ചെറുതായിട്ടൊക്കെ കാണുമെങ്കിലും ചിലരിൽ അവർ വളർന്ന് വലുതാകുമ്പോൾ അവർ പോലും അറിയാതെ ഇത് അവരെക്കാൾ കൂടുതൽ അങ്ങ് വളർന്ന് പന്തലിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ബോധം കൂടിയ ആൾക്കാർ അവർ ചിന്തിക്കുന്നത് അവർ തങ്ങളെ എല്ലാവരെയും പരിഗണിക്കുന്നുണ്ട് എന്നൊക്കെയാണ്. പക്ഷേ അവരെക്കുറിച്ച് മാത്രമാണ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയെന്ന് വെച്ചാൽ അവർ ചിന്തിക്കും എപ്പോഴും തന്നെക്കുറിച്ച് എല്ലാവരും മോശം പറയുമോ, അല്ലെങ്കിൽ തന്നെ ഒറ്റപ്പെടുത്തുമോ, എങ്ങനെ എപ്പോഴും എല്ലാവരുടെ മുമ്പിലും ഒരു നല്ല ആളായിരിക്കാം, തനിക്ക് എങ്ങനെ തെറ്റുകൾ പറ്റുന്നത് കുറയ്ക്കാം, അല്ലെങ്കിൽ വിജയത്തേക്കാൾ കൂടുതൽ അവർ പരാജയങ്ങളിൽ ശ്രദ്ധിക്കും, പരാജയങ്ങളുടെ എണ്ണം കുറയ്ക്കാനാണ് അവർ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയധികം ആത്മകേന്ദ്രീകരണം നടക്കുമ്പോൾ അവർ ചുറ്റുമുള്ളതിനെയൊന്നും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അവർക്ക് കാണാനും കേൾക്കാനും കഴിയാണ്ട് വരും. അപ്പോൾ അവർ വെറുതെ തെറ്റിദ്ധരിക്കും തങ്ങളുടെ ഹൃദയം ഒരു വളരെ സുതാര്യമായിട്ടുള്ളതാണെന്നും തങ്ങൾ വളരെ അധികം എളിമയുള്ള ഒരാളാണെന്നൊക്കെ. അതുകൊണ്ട് നിങ്ങളുടെ ഒരു 40കളിലും 50കളിലുമാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഈ ഒരു അപകർഷതാബോധത്തെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴേ അത് ഉപേക്ഷിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ സമയം അതിനു വേണ്ടി ചിലവഴിച്ചിരിക്കുന്നു. ആവശ്യത്തിൽ കൂടുതലുള്ള ചിന്തകളെ നിങ്ങൾ വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. എത്രയോ നല്ല നിമിഷങ്ങളെ, എത്രയോ നല്ല ഓർമ്മകളെ നിങ്ങൾ നഷ്ടമാക്കിയിട്ടുണ്ട്. എത്രയോ നല്ല സൗഹൃദങ്ങളെ നിങ്ങൾ തുടങ്ങിയിട്ട് പോലുമില്ല. എത്രയോ ചരിത്രപ്രധാനമായിട്ടുള്ള നിർമ്മിതികളിൽ നിങ്ങളുടെ കയ്യൊപ്പുകൾ നിങ്ങൾക്ക് ചാർത്താൻ പറ്റാതെ പോയിട്ടുണ്ട് അല്ലേ? എത്രയോ ജനതകളുടെ ജീവിതം മാറ്റിമറിക്കാനാവുന്ന സൃഷ്ടികൾ നിങ്ങൾ തുടങ്ങിയിട്ട് പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഈ ഒരു ബോധത്തെ നിങ്ങൾ എന്തിനു കൊണ്ട്